Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 20 ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ് അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. ദെൻ PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഹൈ ക്വാളിറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ സീറ്റ് നിങ്ങളുടെ ഉറപ്പാക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ചോദ്യം ഇതാണ്: നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ₹1 lakh, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് 10,000, ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി 20,000. ക്യാഷ് ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 70,000, 90,000, 1,30,000, 1,10,000. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് 1 lakh തന്നിട്ടുണ്ട്. ദെൻ കറണ്ട് അസറ്റ് അവിടെ 10,000 കൂടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കറണ്ട് അസറ്റ് കൂടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എത്രത്തോളം? ഫോർ എക്സാമ്പിൾ ഇൻവെൻട്രി നമ്മൾ കൂടുതൽ അക്വയർ ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഇൻവെൻട്രി അക്വയർ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? കറണ്ട് അസറ്റിൽ ഒരെണ്ണമാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. നമ്മുടെ നിന്ന് ക്യാഷ് എത്രത്തോളം പോവും? സോ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് കറണ്ട് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? സോ 1 lakhൽ നിന്ന് ആദ്യത്തെ 10,000 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഇനി ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി 20,000 എന്ന് പറയുന്നുണ്ട്. കറണ്ട് ലയബിലിറ്റി കുറയാന്ന് പറയുമ്പോൾ എന്താ? അപ്പോൾ നമുക്ക് ഡെറ്റ് പേ ഓഫ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ 20,000 നമ്മൾ പേ ഓഫ് ചെയ്തു. അപ്പോൾ അവിടെയും ക്യാഷ് അത്രത്തോളം കുറയാണ് ചെയ്യുക. സോ 20,000 കറണ്ട് ലയബിലിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 1 lakhൽ നിന്ന് 10,000ഉം 20,000ഉം സബ്ട്രാക്ട് ചെയ്യണം. സോ ടോട്ടൽ 30,000 സബ്ട്രാക്ട് ചെയ്യണം. ബാലൻസ് അപ്പോൾ എത്ര വരിക? 70,000 ആണ് വരിക. സോ ഇതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. വളരെ ഈസി ചോദ്യം അല്ലേ? ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 22. വിച്ച് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്സ്? പല ബഡ്ജറ്റ്സിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ താഴെ പറഞ്ഞിട്ടുണ്ട്. അതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്പർ 1, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ബൈ ടേക്കിംഗ് ദ ഫോർകാസ്റ്റഡ് സെയിൽസ് ആസ് ഇറ്റ്സ് ബേസിസ്. Number 2, fixed budgets are type of functional budgets. Number 3, flexible budgets will indicate values for different level of activity. Master budgets will be prepared as a summary of various functional budgets. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നല്ലേ. അപ്പോൾ ബഡ്ജറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാം. ക്ലാസിഫിക്കേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയുടെ ബേസിൽ ക്ലാസിഫിക്കേഷൻ വരുന്നു. രണ്ടാമത് വരുന്നത് സ്കോപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെയല്ലേ മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻ ബഡ്ജറ്റ്സിൽ. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഫിക്സ്ഡ്, ഈ പറയുന്ന ഫിക്സഡ് ബഡ്ജറ്റും ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഒക്കെ വരുന്നത് അതിലല്ലേ. ദെൻ ഫങ്ഷണലാണ് നമ്മൾ ഫങ്ഷണൽ ബഡ്ജറ്റ്സിൻ്റെ ഈ ഡീറ്റെയിൽസ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു സ്ഥാപനത്തിലെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ്, ഇപ്പോൾ സെയിൽസ് ആവാം അല്ലെ, ഓപ്പറേഷൻസ് ആവാം, മാർക്കറ്റിംഗ് ആവാം, അതൊക്കെ അതിനെ ഓരോന്നിനെ ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ്. അപ്പോൾ അങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്പർ 1, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ബൈ ടേക്കിംഗ് ദ ഫോർകാസ്റ്റഡ് സെയിൽസ് ഓൺ ഇറ്റ്സ് ബേസിസ്. കറക്റ്റ് അല്ലേ? പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ എന്താണ് പറയുന്നത്? ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ടാണ് അതിനെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്? ബൈ ടേക്കിംഗ് ദ ഫോർകാസ്റ്റഡ് സെയിൽസ് ആസ് ഇറ്റ്സ് ബേസിസ്. സെയിൽസിൻ്റെ ബേസിൽ ഫോർകാസ്റ്റ്, അതിൻ്റെ ബേസിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. കറക്റ്റാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. നമ്പർ 2, ഫിക്സഡ് ബഡ്ജറ്റ്സ് ആർ ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ബഡ്ജറ്റ്സ്. അത് തെറ്റാണ്. അതാണ് ഞാൻ അതിൽ തന്നെ എക്സ്പ്ലനേഷൻ തന്നെ. ഫിക്സഡ് ബഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ആണോ? അല്ല. ഫങ്ഷണൽ ബഡ്ജറ്റ്സിൽ വരുന്നത് മെയിനായിട്ട് ഇപ്പോൾ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആവട്ടെ, സെയിൽസ്, ഈ പറയുന്ന ഫിനാൻസ് ആവട്ടെ, അതല്ല ഓരോരോ ഫങ്ഷൻസ്. അപ്പോൾ ഫിക്സഡ് ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത് എന്താ? അൺചേഞ്ച്ഡ് ആയിട്ട്. ഫിക്സഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഏതൊരു ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും എന്താണ് ഒരു ചേഞ്ചും ഇല്ലാത്ത കാര്യങ്ങളാണ് ഫിക്സഡ് ബഡ്ജറ്റിൽ. അത് ഫങ്ഷണൽ ബഡ്ജറ്റ് അല്ല.
അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. ദെൻ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ് വിൽ ഇൻഡിക്കേറ്റ് വാല്യൂ ഫോർ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. കറക്റ്റ് അല്ലേ? ഫ്ലെക്സിബിൾ ബഡ്ജറ്റിലാണ് വാല്യൂ ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി. അതിലാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഫിക്സഡും വരുന്നത്. ഫിക്സഡ് എന്ന് പറയുമ്പോൾ അവിടെ അൺചേഞ്ച്ഡ് ആണ് വരിക, ചേഞ്ച് വരുന്നില്ല. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ മാസ്റ്റർ ബഡ്ജറ്റ്സ് വിൽ ബി പ്രിപ്പയർഡ് ആസ് എ സമ്മറി ഓഫ് വാരിയസ് ഫങ്ഷണൽ ബഡ്ജറ്റ്സ്. കറക്റ്റാണ്. സമ്മറി ഓഫ് വാരിയസ് ഫങ്ഷണൽ ബഡ്ജറ്റ്സ് അതാണ് എന്ത് മാസ്റ്റർ, അതിനാണ് നമ്മൾ പറയുന്നത് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇത് ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. So that's about question number 22. Option B ആണ് ആൻസർ. മൂവിങ് ടു question number 23. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നമ്പർ 1, ZBB stands for Zero Balance Budget, which always carries its previous year balances to the next years. Then DuPont controls charts indicates the ratio of interrelationship and is based on two elements of net profit and capital employed. Budgets are blueprint of a plan expressed in quantitative terms. Statements 1, 2 and 3 are true. Then 1ഉം 3ഉം പറയുന്നുണ്ട്, 1ഉം 2ഉം പറയുന്നുണ്ട്, 2ഉം 3ഉം പറയുന്നുണ്ട്. നോക്കാം, ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നൊരു ചോദ്യം കേട്ടോ. നമ്പർ 1, ZBB stands for Zero Balance Budget. അത് തെറ്റല്ലേ? സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ് ZBB. അതിൽ തന്നെ നമുക്കറിയാം ഇത് തെറ്റാണെന്ന്. വിച്ച് ഓൾവേസ് ക്യാരീസ് ഇറ്റ്സ് പ്രീവിയസ് ബാലൻസസ് ടു നെക്സ്റ്റ് ഇയർ അല്ലല്ലോ. സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച് ആണ് അല്ലേ? സ്റ്റാർട്ട് ചെയ്യണം, എന്താ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യലാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. അല്ലാണ്ട് ക്യാരി ചെയ്യുന്ന പരിപാടി സീറോ ബേസ്ഡ് ബഡ്ജറ്റിങ്ങിൽ ഇല്ല. നമ്മൾ എല്ലാതും എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സീറോ ബാലൻസ് ബഡ്ജറ്റ് എന്നല്ല ZBB. ഓക്കെ, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി ഡ്യൂപോൺ കൺട്രോൾ ചാർട്ട്സ് ഇൻഡിക്കേറ്റ്സ് ദ റേഷ്യോ ഇൻ റിലേഷൻഷിപ്പ് ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ 2 elements, നെറ്റ് പ്രോഫിറ്റും ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. കറക്റ്റാണ്. അതിനാണ് ഡ്യൂപോൺ കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ മൂന്നാമത്തെ, ബഡ്ജറ്റ്സ് ആർ ബ്ലൂ പ്രിൻറ്റ് ഓഫ് എ പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. അതിനല്ലേ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ, അതാണ് ബഡ്ജറ്റ്, ബ്ലൂ പ്രിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. സോ 2ഉം 3 എന്ന് പറയുമ്പോൾ എന്താ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം കേട്ടോ. ഓക്കെ, so that's about question number 23. Moving to question number 24. Question number 24 ലോട്ട് കിടക്കാം. Which of the following statements are true? Number 1, operating ratio is an example of solvency ratio. Number 2, turnover ratios are called activity ratios. Number 3, proprietary ratio is calculated as shareholders' funds divided by total assets. Number 4, capital gearing ratio is an example of profitability ratio. സോ ഇതാണ് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുള്ള. സ്റ്റേറ്റ്മെൻറ്റ്സ് 1, 2, 3, 4 ആർ ട്രൂ, 2, 3, 4 ആർ ട്രൂ, 2 and 3 ആർ ട്രൂ, 1 and 4 ആർ ട്രൂ. നോക്കാം നമുക്ക്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സോൾവൻസി റേഷ്യോ. തെറ്റല്ലേ? ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ആണ്, സോൾവൻസി അല്ല. ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ സോൾവൻസി അല്ല എന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ടേൺ ഓവർ റേഷ്യോസ് ആർ കോൾഡ് ആക്ടിവിറ്റി റേഷ്യോസ്. അത് കറക്റ്റാണ്. ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയുന്നത് എഫിഷ്യൻസിയാണ്. സോ ആക്ടിവിറ്റി റേഷ്യോസ് ആണ് അപ്പോൾ ടേൺ ഓവർ റേഷ്യോസ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. കറക്റ്റ് അല്ലേ? അതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ദെൻ നമ്പർ 4, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അത് തെറ്റല്ലേ? ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് സോൾവൻസി റേഷ്യോ ആണ് വരാം. ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി, അതിലിപ്പോൾ ഡിബഞ്ചറിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് ടു ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലേ, അതാണ് അതിൻ്റെ റേഷ്യോ വരുന്നത്. സോ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തെറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത് 2ഉം 3 ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആണ് ആൻസർ വരാം കേട്ടോ.
മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 25. നമുക്ക് ഈ ഒരു ചോദ്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. Current assets and current liabilities 3 lakh and 1 lakh respectively. Current assets consist of prepaid expenses 40,000, closing stock 60,000. Quick ratio കാണാൻ ഈസി അല്ല. ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ, ക്വിക്ക് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ക്വിക്ക് അസറ്റ് കിട്ടണമെങ്കിൽ എന്താ, കറണ്ട് അസറ്റ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അല്ലേ. അപ്പോൾ അതാണ് ക്വിക്ക് അസറ്റ്. അപ്പോൾ ക്വിക്ക് അസറ്റ് കിട്ടണമെങ്കിൽ കറണ്ട് അസറ്റ് 3 lakh. അപ്പോൾ 3 lakh നിന്ന് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 60, പ്രീപെയ്ഡ് എക്സ്പെൻസ് 40. അപ്പോൾ ടോട്ടൽ എത്ര വരും, 1 lakh കുറയ്ക്കണം രണ്ടും കൂടിയ. സോ ക്വിക്ക് അസറ്റ് എത്ര വരും, 2 lakh വരും. ഇനി ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ ക്വിക്ക് അസറ്റും എന്ത് തമ്മിലുള്ള റിലേഷനാണ്, കറണ്ട് ലൈബിലിറ്റി തമ്മിലുള്ള റിലേഷൻ. കറണ്ട് ലൈബിലിറ്റി 1 lakh ആണ് വരുന്നത്. അപ്പോൾ 2 lakh 1 lakh തമ്മിലുള്ള റിലേഷനാണ് വരുന്നത്. ദാറ്റ് മീൻസ് 2:1 ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 25. സോ ഇന്നത്തെ എല്ലാ ചോദ്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മൾ ഓരോ ദിവസവും പുതിയ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ. സോ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നടത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.